ഹാപ്പി ഗുഡ് ഫ്രൈഡേ. മത്തായി എഴുതിയ സുവിശേഷം 22-ാം അധ്യായം അതിൻ്റെ 15 മുതലുള്ള വാക്യങ്ങൾ. അനന്തരം പരീശന്മാർ ചെന്ന് അവനെ വാക്കിൽ കുടുക്കേണ്ടതിന് ആലോചിച്ചുകൊണ്ട് തങ്ങളുടെ ശിഷ്യന്മാരെ ഹേരോദ്യരോടു കൂടെ അവൻ്റെ അടുക്കൽ അയച്ചു. ഗുരു, നീ സത്യവാനും ദൈവത്തിൻ്റെ വഴി നേരായി പഠിപ്പിക്കുന്നവനും മനുഷ്യരുടെ മുഖം നോക്കാത്തവൻ ആകയാൽ ആരെയും ശങ്കയില്ലാത്തവനും ആകുന്നു എന്ന് ഞങ്ങൾ അറിയുന്നു. നിനക്ക് എന്തു തോന്നുന്നു? കൈസർക്ക് കരം കൊടുക്കുന്നത് വിഹിതമോ അല്ലയോ എന്ന് പറഞ്ഞു തരണം എന്ന് പറയിച്ചു. യേശു അവരുടെ ദുഷ്ടത അറിഞ്ഞ്, കപടഭക്തിക്കാരെ, എന്നെ പരീക്ഷിക്കുന്നത് എന്ത്? കരത്തിനുള്ള നാണയം കാണിക്കുവിൻ എന്ന് പറഞ്ഞു. അവർ അവൻ്റെ അടുക്കൽ ഒരു വെള്ളിക്കാശ് കൊണ്ടുവന്നു. അവൻ അവരോട്, ഈ സ്വരൂപവും മേലെഴുത്തും ആരുടേത് എന്ന് ചോദിച്ചതിന്, കൈസറുടേത് എന്ന് അവർ പറഞ്ഞു. എന്നാൽ കൈസർക്കുള്ളത് കൈസർക്കും ദൈവത്തിനുള്ളത് ദൈവത്തിനും കൊടുക്കുവിൻ എന്ന് അവൻ അവരോട് പറഞ്ഞു. അവർ കേട്ട് ആശ്ചര്യപ്പെട്ട് അവനെ വിട്ട് പോയി കളഞ്ഞു. കർത്താവ് തൻ്റെ ക്രൂശീകരണത്തിനായിട്ട് യെരൂശലേമിലോട്ട് യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്ന സമയങ്ങളിൽ കർത്താവിനെ പരീക്ഷിക്കാൻ പലവിധമായ ആളുകൾ വന്നു. പരീശന്മാർ, ശാസ്ത്രിമാർ, സദൂക്യർ. അടുത്തത് ശാസ്ത്രിമാരും സദൂക്യരും അവരുടെ ചോദ്യങ്ങളുമായിട്ട് വരും. അപ്പോൾ ഈ വ്യക്തികളെല്ലാം അകത്ത് ഒന്ന് വെച്ചുകൊണ്ട് പുറത്ത് വേറൊരു ചോദ്യം ചോദിക്കുകയാണ്. അവർ കപടഭക്തിക്കാർ ആണ്. അവരുടെ അകത്ത് അവർക്കൊരു ഉത്തരമുണ്ട്. ആ ഉത്തരം വെച്ചിട്ട് കർത്താവ് എന്താ പറയുന്നത് നമുക്ക് നോക്കാം. എന്നിട്ട് അവരുടെ ഉത്തരത്തെ മാച്ച് ചെയ്യുന്ന ഉത്തരമല്ലെങ്കിൽ അത് വെച്ച് കർത്താവിനെതിരെ കള്ളക്കഥകൾ പ്രചരിപ്പിച്ച് യേശു ക്രിസ്തുവിനെ ഉപദ്രവിക്കാനായിട്ട്, താൻ മെസ്സിയയാണ്, ദൈവപുത്രനാണ്, ദൈവത്തിന് തുല്യനാണ് എന്ന് അവകാശപ്പെടുന്ന ഈ ഗുരുവിനെ കൊല്ലാനായിട്ട് അവർ പ്ലാൻ ഇട്ടുകൊണ്ടിരിക്കുകയാണ്, സ്കീം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇന്നത്തെ കാലത്തുണ്ട് അങ്ങനെയുള്ള ആളുകൾ. എൻ്റെ അടുത്തേക്കും ചില ആളുകൾ വരാറുണ്ട്. ഒരു ബന്ധമില്ലാത്ത ചില ചോദ്യങ്ങൾ അവർ ചോദിക്കും. അപ്പം നമ്മൾ വിചാരിക്കുന്നത് എന്താ ഈ ചോദ്യം ചോദിക്കുന്നത്? നമ്മളതിന് നിർമ്മലതയോടെ, നിഷ്കളങ്കതയോടെ ഒരു മറുപടിയും പറയും. അവരാ മറുപടി വേറെ ഒരു അർത്ഥത്തിൽ വ്യാഖ്യാനിച്ചിട്ട് നമുക്കെതിരെ ഉപയോഗിക്കും. അങ്ങനെയുള്ള കപടഭക്തിക്കാർ അന്നും ഉണ്ടായിരുന്നു. കർത്താവായ യേശു ക്രിസ്തുവിനെ ഈ കപടഭക്തിക്കാർ കൊടുക്കാൻ ആഗ്രഹിച്ചുകൊണ്ട് ഉണ്ടാക്കിയ ഒരു ചോദ്യമാണ് ഞാനിന്ന് നിങ്ങളോട് പങ്കുവയ്ക്കാനായിട്ട് ആഗ്രഹിക്കുന്നത്. അതിനോടൊപ്പം ഇന്ന് ഭാരതത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു പ്രത്യേക വിഷയമുണ്ട്. നമ്മുടെ സഭയിലെ മൂപ്പന്മാർക്ക് എന്തോ വലിയ എഫക്റ്റ് വന്നുകൊണ്ടിരിക്കുന്നു എന്ന് അവർ അവകാശപ്പെടുന്ന ഒരു വിഷയം. അതുകൂടെ ചേർത്ത് ഞാൻ പറയാനായിട്ട് ആഗ്രഹിക്കുന്നു. അപ്പോൾ കർത്താവായ യേശു ക്രിസ്തു, നമ്മൾ ഈ പശ്ചാത്തലം മനസ്സിലാക്കണം. മത്തായി തൻ്റെ സുവിശേഷം എഴുതുന്നത് യഹൂദന്മാർ കൂടുതലുള്ള സഭകൾക്കാണ്. അവിടെയാണ് ഇത് വായിക്കപ്പെടാൻ പോകുന്നത്. അവൻ്റെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ, യഹൂദന്മാർ കാത്തിരിക്കുന്ന അവരുടെ യഥാർത്ഥ മിശിഹ, ദൈവം അവരെ രക്ഷിക്കാനായിട്ട്, അവരെ എക്സൈലിൽ നിന്നും പൂർണ്ണമായിട്ട് വിടുവിക്കാനായിട്ട്, ദൈവത്തിൻ്റെ സാന്നിധ്യം അവൻ്റെ ആലയത്തിലേക്ക് പൂർണ്ണമായിട്ട് കൊണ്ടുവരാനായിട്ട്, ഉടമ്പടിയെ പുതുക്കാനായിട്ട് ദൈവം അവരുടെ രക്ഷകനായിട്ട് വരുന്നത് കർത്താവായ യേശു ക്രിസ്തുവിലൂടെ, ഈ മനുഷ്യനായ നസ്രാനായ യേശുവിലൂടെയാണ് എന്ന് തെളിയിക്കുക എന്നുള്ളതാണ്. അതാണ് മത്തായി ഉദ്ദേശിക്കുന്നത്. അപ്പം അതുകൊണ്ട് മത്തായി തൻ്റെ സുവിശേഷത്തിൽ കർത്താവിന് പല പ്രാവശ്യം കർത്താവിനെ ദൈവപുത്രൻ എന്ന് വിളിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. സങ്കീർത്തനം 2 യഹൂദന്മാരുടെ ഒരു രാജാവിനെ, അത് ദാവീദാണ്,
ദൈവപുത്രനുമായിട്ട് താരതമ്യം ചെയ്യുന്നുണ്ട്. അവിടെ ഉദ്ദേശിക്കുന്ന ദൈവമാണ് രാജാവ്. ദൈവത്തിൻ്റെ സ്ഥാനത്ത് ദൈവത്തിൻ്റെ പുത്രൻ എന്നുള്ള നിലയ്ക്ക് യഹൂദന്മാരുടെ രാജാവായി, ഇസ്രായേലിൻ്റെ രാജാവായി, പിന്നീട് എല്ലാ ജാതികളുടെയും രാജാവായി വാഴാൻ പോകുന്ന മെഷിയാകുന്ന ഒരു രാജാവ്. മിശിഹ എന്ന് പറഞ്ഞാൽ അഭിഷേകം ചെയ്യപ്പെട്ടവൻ, അഭിഷേകം ചെയ്യപ്പെട്ട രാജാവ്, അഭിഷേകം ചെയ്യപ്പെട്ട പുരോഹിതൻ, അഭിഷേകം ചെയ്യപ്പെട്ട രാജകീയ പുരോഹിതൻ എന്നാണ്. അപ്പോൾ അങ്ങനെയുള്ള ഒരു വ്യക്തി വരും ഇസ്രായേലിനെ യഥാസ്ഥാനപ്പെടുത്താൻ, ഇസ്രായേലിൻ്റെ ആരാധനയെ യഥാസ്ഥാനപ്പെടുത്താൻ, ഇസ്രായേലിനെ റോമക്കാരുടെയും മറ്റ് ജാതികളുടെയും അടിമത്തത്തിൽ നിന്ന് വിടുവിക്കാൻ, അവരുടെ ആലയത്തെ ശുദ്ധീകരിക്കാൻ, ദൈവമായുള്ള അവരുടെ ഉടമ്പടിയെ പുതുക്കാൻ, ദൈവത്തോട് അവരെ അടുപ്പിക്കാൻ, അവർക്ക് പുനരുത്ഥാനം എന്ന് പറയുന്ന വരാനിരിക്കുന്ന രാജ്യത്തിലുള്ള അവരുടെ ആ ഓഹരി ലഭ്യമാക്കി കൊടുക്കാൻ. ഇതൊക്കെ വിശ്വസിച്ചു കൊണ്ടിരുന്ന യഹൂദന്മാരാണ്, യഹൂദ പശ്ചാത്തലത്തിൽ നിന്നും മിശിഹായിൽ വിശ്വസിച്ച ആളുകളാണ് മത്തായിയുടെ ഓഡിയൻസ്. ഇവിടെ മത്തായി യേശുക്രിസ്തുവിനെ അവതരിപ്പിക്കുമ്പോൾ യേശുക്രിസ്തുവിൻ്റെ ഓഡിയൻസ് ആയിട്ടിരിക്കുന്നതും അതേപോലത്തെ ചില ആളുകളാണ്, പരീശന്മാർ. ഈ പരീശന്മാരെന്ന് പറഞ്ഞാൽ മോശപ്പെട്ട നിലയിൽ ജീവിക്കുന്ന ആളുകളൊന്നുമല്ല, വളരെ നല്ല ഒരു ജീവിതം നയിക്കുന്ന ആളുകളാണ്. പരീശൻ എന്ന് പറഞ്ഞ വാക്കിൻ്റെ അർത്ഥം തന്നെ സെറ്റ് അപ്പാർട്ട്, അഥവാ ഞാൻ പാപികളിൽ നിന്നും വേർപെട്ടവനാണ് എന്നാണ് അർത്ഥം. പാപികളിൽ നിന്ന് വേർപാട് ആചരിച്ച്, പാപികളെന്ന് പറയുമ്പം ചുങ്കക്കാരും വ്യഭിചാരികളും അങ്ങനെയുള്ള പാപത്തിൽ ജീവിക്കുന്ന ആളുകളിൽ നിന്ന് ഞങ്ങൾ വ്യത്യസ്തരാണ്, ഞങ്ങൾ അവരിൽ നിന്ന് വേർപെട്ടിട്ട് ജീവനുള്ള ദൈവത്തിൻ്റെ വാഗ്ദത്തങ്ങളിൽ വിശ്വസിച്ചുകൊണ്ട് മെഷിയായുടെ വരവിനായി ഒരുങ്ങി കാത്തിരിക്കുന്ന ഒരു ജനക്കൂട്ടമാണ് എന്ന് അവകാശപ്പെടുന്ന, വെള്ളയും ധരിച്ച് വലിയ സ്ക്രോൾസ്, ഈ വലിയ ബൈബിൾ കണ്ടില്ല, വലിയൊരു ബൈബിളാണ്. അതേമാതിരി ഇത് നമ്മളെ കാലത്തെ വലിയ ബൈബിളാണെങ്കിൽ അവർക്ക് വലിയ നീളത്തിലുള്ള സ്ക്രോൾസാണ്. അത് കയ്യിലും പിടിച്ച് അവരുടെ വസ്ത്രത്തിൻ്റെ തൊങ്ങൽ നീളത്തിലുള്ളതാക്കിയിട്ട് അതൊക്കെ കാണിക്കുന്ന അവരുടെ ആത്മീയതയാണ്. കാരണം കർത്താവിൻ്റെ വസ്ത്രം നമുക്ക് യെശയ്യാവ് 6-ാം അധ്യായത്തിൽ കാണാനായിട്ട് സാധിക്കും. അതിൻ്റെ വസ്ത്രത്തിൻ്റെ തൊങ്ങൽ കൊണ്ട് മുഴുവൻ സ്വർഗവും നിറഞ്ഞിരിക്കുകയാണ്. അത് കാണിക്കുന്നത് സ്വർഗം മുഴുവൻ പവിത്രമാണ് എന്നാണ്. അവർ പറയുന്നത് ഞങ്ങൾ മുഴുവനും പവിത്രമായ ആ വെള്ളയും ധരിച്ച് ഞങ്ങളുടെ ഉള്ളും അകവും പുറവും ഒരേപോലെ ശുദ്ധിയുള്ളതാണ് എന്ന് അവകാശപ്പെടുകയാണ് അവർ. കവലകളിൽ ചെന്ന് അവർ വലിയ നീളമുള്ള പ്രാർത്ഥനകൾ പ്രാർത്ഥിക്കുന്നു. അവർ ദാനധർമ്മങ്ങൾ നടത്തുന്നു, മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടി ഞങ്ങൾ നീതിമാന്മാരാണ്, കപടഭക്തിക്കാരാണ് എന്ന് ഞങ്ങളെക്കുറിച്ച് പലരും പറയുന്നുണ്ടെങ്കിലും ഞങ്ങൾ വാസ്തവത്തിൽ വളരെ നീതിയോടെ ജീവിക്കുന്ന വ്യക്തികളാണ്. ഏത് ലാഭമുണ്ടായാലും അതിൽ ദശാംശം പതാരം കൃത്യമായിട്ട് കൊടുക്കുന്ന വ്യക്തികളാണ്. ജീരകം ഞങ്ങൾ മേടിച്ചാൽ ആ ജീരകത്തിൻ്റെ 100 എന്താ പറയുക ചെറിയ ഇതുണ്ടെങ്കിൽ അതിൽ 10 മാറ്റി വെച്ചിട്ട് അതുപോലെ കറക്റ്റായിട്ട് ദൈവത്തിന് പതാരം കൊടുക്കുന്ന ആളുകളാണ് ഞങ്ങൾ. അപ്പം വളരെ ആത്മീയമായിട്ട് ദൈവവുമായിട്ട് അടുക്കാൻ ആഗ്രഹിക്കുകയും വചനം ധ്യാനിക്കുകയും വചനപ്രകാരം ജീവിക്കാൻ ആഗ്രഹിക്കുകയും ഒരു മോറൽ പോലീസ് മാതിരി ചുങ്കക്കാരെയും പാപികളെയും അവരുടെ സിനഗോഗുകളിൽ നിന്ന് പുറത്താക്കുകയും, അവരെ പാപത്തിൽ പിടിച്ചാൽ അവരെ പുറത്താക്കും, അവരുടെ പേര് വെട്ടും. അവരുടെ പേര് സിനഗോഗിൽ നിന്ന് വെട്ടിയാൽ എന്ന് പറഞ്ഞാൽ അവർ ഉദ്ദേശിക്കുന്നത് സ്വർഗത്തിൽ നിന്ന് വെട്ടി എന്നതാണ്. കാരണം അവരുടെ യഹൂദന്മാരുടെ ഗ്രന്ഥത്തിലുള്ള ആ പേരാണ് സ്വർഗത്തിലെ ഒരു ഗ്രന്ഥമുണ്ട്, അതാണ് ജീവന പുസ്തകം, ആ പുസ്തകത്തിലുള്ളത് എന്നാണ് അവർ വിശ്വസിക്കുന്നത്. അപ്പോൾ അതുപോലെ ജീവിക്കുന്ന പരീശന്മാർ ഇന്ന് ചില ആളുകൾ, ചില വലിയ പാസ്റ്റർമാർ പറയും ജീവിക്കുന്ന പാസ്റ്റർമാരായിരിക്കണം. ഈ ജീവിക്കുന്ന പാസ്റ്റർമാർക്ക് ഇല്ലാത്തൊരു കാര്യമുണ്ട്, കരുണ, ദയ, വിശ്വസ്തത, സ്നേഹം. ഇതൊക്കെയാണ് കർത്താവായ യേശു ക്രിസ്തുവിനുണ്ടായിരുന്നത്. മദർ തെരേസയെ കണ്ടോ? അവരാണ് ജീവിച്ച ഒരു വ്യക്തി എന്ന് പറഞ്ഞാൽ. നമ്മൾ വളരെ വിശുദ്ധിയോടെ ജീവിക്കുന്നു എന്ന് പറയുന്നതിലല്ല കാര്യം. പാപിയെ കാണുമ്പോഴും ആവശ്യക്കാരനെ കാണുമ്പോഴും പീഡിപ്പിക്കപ്പെട്ടവനെ കാണുമ്പോഴും നമുക്ക് കരുണ തോന്നുന്നില്ലെങ്കിൽ, ഒരു നല്ല ശമര്യക്കാരൻ്റെ ആ മനസ്സ് നമുക്ക് വരുന്നില്ലെങ്കിൽ, വാസ്തവത്തിൽ നമ്മൾ ദൈവത്തിൻ്റെ കൃപയും കരുണയും അനുഭവിച്ചിട്ടില്ല. ദൈവത്തിൻ്റെ കൃപയും കരുണയും അനുഭവിക്കുക എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് നമ്മുടെ നല്ല പ്രവൃത്തികൾ കൊണ്ടല്ല നമ്മൾ രക്ഷിക്കപ്പെടുന്നത് നമുക്കറിയാം, അല്ലേ? നമ്മുടെ പാപങ്ങളെന്ന് പറഞ്ഞാൽ അത് വളരെ എന്താ പറയുന്ന വികൃതമായ രീതിയിൽ നമ്മളെ ചിത്രീകരിക്കുന്ന കാര്യങ്ങളാണ്.
ആ പാപങ്ങളൊക്കെയും ദൈവം മുഴുവനായിട്ട് അറിഞ്ഞിട്ടും, അകത്തു നിന്ന് പൂർണ്ണമായിട്ട് അറിഞ്ഞിട്ടും സൗജന്യമായിട്ട് കർത്താവ് യേശു ക്രിസ്തു ഈ ഗുഡ് ഫ്രൈഡേ ദിവസം കാൽവറി ക്രൂശിൽ തകർന്നത് സൗജന്യമായിട്ടും അതിനെ ക്ഷമിക്കാൻ വേണ്ടിയിട്ടാണ്. അറിഞ്ഞും കൊണ്ടാണ് ക്ഷമിക്കുന്നത്, അറിയാതെയല്ല. നമ്മുടെ പാപത്തിൻ്റെ ആഴം, വീതി, നീളം മുഴുവൻ അറിഞ്ഞും കൊണ്ട് അവൻ്റെ സ്നേഹത്തിൻ്റെ ആഴം, വീതി, നീളം, ഉയരം അറിയിക്കാൻ വേണ്ടി കൃപയാൽ അവൻ നമ്മുടെ പാപങ്ങളെല്ലാം അവൻ്റെ രക്തത്താൽ ശുദ്ധീകരിക്കുന്നു. നമ്മുടെ റിച്വൽ, മോറൽ, സ്റ്റാറ്റ്യൂട്ടറി എല്ലാ ഇംപ്യൂരിറ്റീസും, നമ്മുടെ അകത്ത് എന്തൊക്കെ ശാപത്തിൻ്റെയോ പാപത്തിൻ്റെയോ കെട്ടുകളെന്ന് നമ്മൾ വിശേഷിപ്പിക്കുന്ന കാര്യങ്ങളുണ്ടോ, സ്വഭാവങ്ങളുണ്ടോ, അതിനെയെല്ലാം ശുദ്ധീകരിക്കുന്ന ഒരു ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള ഡിറ്റർജൻറ്റിനേക്കാളും പവർഫുൾ ആയിട്ടുള്ള ഡിറ്റർജൻ്റാണ് ആടുമാടുകളുടെ രക്തത്തെക്കാളും പവർഫുൾ. ഹാബേലിൻ്റെ, നീതിമാനായ ഹാബേലിൻ്റെ രക്തത്തെക്കാളും പവർഫുൾ ആയിട്ടുള്ള രക്തമാണ് കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ, ദൈവത്തിൻ്റെ കുഞ്ഞാടിൻ്റെ, ദൈവം ദേഹരൂപമെടുത്ത് ഭൂമിയിലേക്ക് വന്നവൻ്റെ ആ രക്തം. ആ രക്തം നമ്മളെ പൂർണ്ണമായിട്ടും ശുദ്ധീകരിക്കും. നമ്മൾ പാപം മറച്ചു വെച്ചാൽ ശുദ്ധീകരിക്കില്ല. പക്ഷെ നമ്മൾ ഉള്ളതുപോലെ ദൈവത്തിൻ്റെ സന്നിധിയിൽ വെളിപ്പെടുത്തുകയാണെങ്കിൽ, യോഹന്നാൻ പറയുന്നുണ്ടല്ലോ, നമ്മുടെ പാപം എത്ര ചുമപ്പാണെങ്കിലും അതിനെ ഹിമം പോലെ വെളുപ്പിക്കാൻ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ രക്തത്തിന് കഴിയും. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ രക്തം സകല പാപവും പോക്കി നമ്മെ പൂർണ്ണമായി ശുദ്ധീകരിക്കും. ഇവിടെ നമ്മളെ പാരമ്പര്യക്കാരായിട്ടുള്ള പല പാസ്റ്റർമാരുമുണ്ട്. അവർക്കറിയാം നമ്മളെ പാപങ്ങളൊക്കെ കർത്താവ് ഏറ്റെടുത്തു, കർത്താവ് ശുദ്ധീകരിച്ചു. അതുകൊണ്ടാണ് നമ്മൾ ശുദ്ധീകരിക്കപ്പെട്ടത്. അല്ലാതെ നമ്മളെ പാരമ്പര്യം കൊണ്ടോ, നമ്മൾ ഇന്ന വീട്ടിൽ ജനിച്ചത് കൊണ്ടോ, ഇന്ന ബൈബിൾ കോളേജിൽ പോയി പഠിച്ചത് കൊണ്ടോ, ഇത്രയും മാർക്ക് നമുക്ക് കിട്ടിയത് കൊണ്ടോ, ഇത്രയും ആളുകൾ നമ്മളെ അംഗീകരിക്കുന്നത് കൊണ്ടൊന്നുമല്ല. കർത്താവ് സൗജന്യമായിട്ടാണ് ഏറ്റവും വലിയ പുരോഹിതൻ്റെയും നമ്മുടെ സഭയിൽ ഇന്ന് രക്ഷിക്കപ്പെട്ട ആ പുതിയ വിശ്വാസിയുടെയും പാപങ്ങൾ ക്ഷമിച്ചു കൊടുത്തത്, സൗജന്യമായിട്ട്. അതിന് നമ്മൾ കാരണമല്ല, കൃപയാലാണ് നടന്നിരിക്കുന്നത്. അത് എന്നാണോ ഒരു വ്യക്തിക്ക് പൂർണ്ണമായിട്ടും ബോധ്യം വരുന്നത്, അന്ന് അവൻ്റെ ഹൃദയം കൃതജ്ഞത കൊണ്ട് നിറയും. അവൻ ദൈവമേ നന്ദി എന്ന് വിളിക്കും. അത് ഉള്ളിൽ നിന്ന് വരും. പാപം മൂലം മാനവരാശിക്ക് ശാപം വന്നു. ആ ശാപത്തിൻ്റെ അടയാളമാണ് നമ്മളെല്ലാവരും മരിക്കും എന്നുള്ളത്. മരിച്ച ശേഷം നമ്മൾ ദ്രവിക്കും, നമ്മുടെ ശരീരം ദ്രവിക്കും, നമ്മൾ നരകത്തിലേക്ക് പോകും. ഈ ശാപത്തെയും മരണത്തെയും ദ്രവത്വത്തെയും നരകത്തെയും ഇതിനെല്ലാം ഒറ്റയടിക്ക് ഇല്ലാതാക്കാൻ ആ പാപം കാരണമാണല്ലോ ഇതൊക്കെ വന്നിരിക്കുന്നത്, അതിനെ പൂർണ്ണമായിട്ട് നീക്കിക്കളയുന്ന ഒരു പ്രവൃത്തിയാണ് കർത്താവായ യേശു ക്രിസ്തു നിങ്ങൾക്കും എനിക്ക് വേണ്ടി ചെയ്തിരിക്കുന്നത്. ആ പ്രവൃത്തി ഒരാൾ മനസ്സിലാക്കുമ്പോൾ സൗജന്യമായിട്ടാണത്. നമ്മൾ എന്തെങ്കിലും ദൈവത്തിന് കൊടുത്തുകൊണ്ടാണോ? അല്ല, സ്നേഹത്താലാണത്. നമ്മുടെ പാപം എത്ര മോശപ്പെട്ട പാപമാണെങ്കിലും അത് നാട്ടുകാർക്ക്, വീട്ടുകാർക്ക്, കൂട്ടുകാർക്ക് ക്ഷമിക്കാൻ പറ്റിയില്ലെങ്കിലും, നമുക്ക് തന്നെ നമ്മളോട് ക്ഷമിക്കാൻ പറ്റുന്നില്ലെങ്കിലും കർത്താവായ യേശു ക്രിസ്തു നമ്മളോട് ക്ഷമിക്കാൻ തയ്യാറാണ്. അതുപോലത്തെ സ്നേഹം, ആ സ്നേഹം ഒരു വ്യക്തിക്ക് മനസ്സിലാകുമ്പോൾ അവൻ പൂർണ്ണമായിട്ട് സമർപ്പിക്കപ്പെടും. അവൻ ദൈവത്തോട് നന്ദി പറയും. അവൻ ദൈവത്തെ വിളിച്ച് നന്ദി പറയും. അവന് പിന്നെ ഒന്നും പറയാനില്ല. ഞാൻ ഇന്ന വലിയ ജാതിയാണെന്നോ, ഞാൻ ഇന്ന വലിയ മാർക്കുള്ളവനാണെന്നോ, ഇന്ന ബൈബിൾ കോളേജിൽ പഠിച്ചവനാണെന്നോ, ഇത്രയും പൈസ ഞാൻ ദൈവത്തിൻ്റെ വിലയ്ക്ക് വേണ്ടി കൊടുത്തെന്നോ, ഞാൻ വലിയ പുരോഹിതനാണെന്നോ, എൻ്റെ പേരിൽ ഇന്ന കാര്യങ്ങളൊക്കെ ഉണ്ടെന്നോ, എൻ്റെ പേരിൽ ഇത്ര കാര്യങ്ങൾ ചെയ്യപ്പെട്ടെന്നോ, ഞാൻ ഇത്ര ചെയ്തെന്നോ, ഇതൊക്കെ ഉണ്ടാവും. എനിക്ക് ഇന്ന വെളിപ്പാടുണ്ടെന്നോ, ഇതൊക്കെ ഉണ്ടാവും. അതൊക്കെ ചിലപ്പോൾ വേറൊരു അവസ്ഥകളിൽ അവർ പറഞ്ഞെന്നിരിക്കാം. പക്ഷേ വാസ്തവത്തിൽ ആ വ്യക്തിയുടെ ക്ലെയിം എന്താണ്? കൃപയാൽ, ദൈവത്തിൻ്റെ കരുണയാൽ ഞാൻ രക്ഷിക്കപ്പെട്ടു. അങ്ങനെ രക്ഷിക്കപ്പെട്ട ഒരു വ്യക്തി മറ്റുള്ളവരോട് കാണിക്കേണ്ട ഒരു കാര്യമാണ് കരുണ. കൃപയാലല്ലേ നമ്മുടെ പാപം ക്ഷമിക്കപ്പെട്ടത്. അവർ കരുണയുള്ളവരാകും. അത് ഇല്ല എങ്കിൽ നിങ്ങൾ വാസ്തവത്തിൽ ഒരു വിശ്വാസിയല്ല, നിങ്ങളൊരു ക്രിസ്ത്യാനിയല്ല. മത്തായി 25 മത്തായി അതിനെക്കുറിച്ച് പറയും. അവസാനത്തെ ന്യായവിധി സമയത്ത് ദൈവം ചോദിക്കാൻ പോകുന്നത്, എവിടെ സ്നാനപ്പെട്ടു, എത്ര പ്രാവശ്യം സ്നാനപ്പെട്ടു, എത്ര ആരാധനകൾക്ക് പോയി, ഏതൊക്കെ മെസ്സേജ് പ്രസംഗിച്ചു, എത്രയൊക്കെ ബുക്ക് എഴുതി, എത്ര വലിയ വലിയ പള്ളികൾ പണിതു, എത്ര വലിയ കോൺഫറൻസുകളിൽ പങ്കെടുത്തു. ഇതൊന്നുമല്ല കർത്താവ് ചോദിക്കാൻ പോകുന്നത്. എനിക്ക് വിശന്നു, എനിക്ക് ദാഹിച്ചു, ഞാൻ കാരാഗൃഹത്തിലായിരുന്നു, നീ എന്നെ സഹായിച്ചില്ല. ദയ
നമ്മുടെ ഉള്ളിലുണ്ടോ ഇല്ലയോ എന്നത് മാത്രം നോക്കിയിട്ടായിരിക്കും അവസാനത്തെ യഥാർത്ഥ ന്യായവിധി എന്ന് പറയുന്നത്. കർത്താവ് ദയാലുവായിരിക്കുന്ന പോലെ നിങ്ങൾ മറ്റുള്ളവർ ദയ കാണിച്ചോ? നിങ്ങൾ മറ്റുള്ളവരോട് കരുണ കാണിച്ചോ? മേഴ്സി ആൻഡ് കമ്പാഷൻ ഇല്ലാത്ത ക്രിസ്ത്യാനിറ്റി